വെൽക്കം ടു ടേസ്റ്റീസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്. ഇപ്പോൾ നമ്മൾ എവിടെയല്ലേ? ഈ രാത്രി എന്താണ് കാണുന്നത്? ഈ രാത്രി നമ്മളിപ്പോൾ എവിടെയാണ്? ബേക്കലിലാണ്. ബേക്കൽ ക്ലബ്. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ 2022 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ാം തീയതി വരെ ഉണ്ട്. ജനുവരി 2-ാം തീയതി ഉണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഡിസംബർ 24. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ 2022. ഒരു ബേക്കൽ ഫോർട്ടിൻ്റെ അല്ലേ അതിൻ്റെ ഒരു രൂപ ഉണ്ടാക്കിയത്. ഇതന്നെ എൻട്രൻസ്. ആൾക്കാർ കയറി പോകുന്നുണ്ട്. ഫസ്റ്റ് ഡേ വണ്ടി ഇതിനകത്തൊന്നും ഉണ്ടോന്ന് അറിയില്ല. ഫുൾ ഇരുട്ടാണല്ലോ. ഇവരെങ്ങനെ സെറ്റ് ചെയ്തയാ? അതിൻ്റെ ഉള്ളിലോട്ട് കയറിയില്ലേ? ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കാണുന്ന കുറ്റിരുട്ട്. AC, കുറേ സ്റ്റാളാണ്. മധു ചീമേനിയുടെ യുദ്ധവിരുദ്ധ ഫോട്ടോ പ്രദർശനം. ഹിരോഷിമ ആൻഡ് നാഗസാക്കി. താജ് ഹോട്ടൽ റിസോർട്ട് ആൻഡ് സ്പാ. അയ്യോ, ബാങ്ക് ഓഫ് ബറോഡ. ലോണൊന്നും വേണ്ടേ? യൂണിറ്റി ഹോസ്പിറ്റൽ മംഗലാപുരം. കുറേ ആൾക്കാർ സ്റ്റാള്. അങ്ങനെ കുറേ സ്റ്റാളുകളുണ്ട്. ട്രാവൽ അറൗണ്ട് ദ വേൾഡ് വിത്ത് ബിന്നീസ്. വേണ്ട, യെസ്. പിന്നെ എല്ലായിടത്തും കാണുന്ന വയർ വർക്കുന്ന മെഷീൻ, ഹോം ഫിറ്റ്. ആക്ച്വലി ഇങ്ങനത്തെ അടുത്ത് പോകാൻ ഇഷ്ടമല്ല. വേറെ പരിപാടിയാണ്. ഇതെന്താ? ബ്രിക്കോ അൺറിച്ച് പുതിയ ബ്രാൻഡാവുന്ന. ആക്ച്വലി അതിനകത്ത് ഭയങ്കര ബോറിങ്. കുറേ സ്റ്റാളുകളുണ്ട്, പക്ഷേ കുറേ സ്റ്റാൾ വരാനുണ്ട്. ഫസ്റ്റ് ഡേ അല്ല. പറന്നക്കാട് കാർഷിക കോളേജിലെ നീര. അടുത്തായിട്ട് നമുക്ക് നീര കുടിക്കാം. 60 ml 30 രൂപ. ഓക്കെ അല്ലേ? പോയി ഓർഡർ ചെയ്യും. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നീര കുടിക്കുകയാണ് 40 രൂപയ്ക്ക്. കുടിച്ചോ, എങ്ങനെയുണ്ട്? കുറച്ച് അതിന് അഭിപ്രായം പറ. ഇത് മോഡൽ പോലീസ് സ്റ്റേഷൻ ബാക്കിലാണ്. പോലീസ് സ്റ്റേഷൻ മോഡൽ അതിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? പുൽക്കൂടൊന്നും ഉണ്ടാവില്ല. വുമൺ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവുന്ന പറയുന്നത്. CD ചാർജ് അങ്ങനെ പറഞ്ഞോ. GD ചാർജ് പറഞ്ഞാൽ പിന്നെ ലോക്കപ്പ് ഉണ്ടാകും. ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ടാ വേർന്ന പൈക്ക ഉള്ളു പൈക്ക. ഇവിടെ കുറേ തോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻറ്റി 16
ഗണ്ണ് ഗണ്ണ് ഇവിടെ പണ്ടത്തെ ഗ്യാസ് ഗണ്ണ് മൾട്ടി ഷെൽ ലോഞ്ചർ കൊണ്ടമനെ മൾട്ടി ഷെൽ ലോഞ്ചർ ഗ്യാസ് ടിയർ ഗ്യാസിന്റെ ഇത് നടുക്കുന്നത് ടിയർ ഗ്യാസ് വെറുതെ അല്ല ഇവിടെ സ്ലോ ആയത് കേട്ടോ. ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എക്സ്പ്ലെയിൻ ചെയ്ത് ബുള്ളറ്റും കാര്യങ്ങളും കുറേ തരം ഷെല്ലുകൾ ടിയർ ഗ്യാസ് ഉണ്ട് ഗ്യാസ് ഗണ്ണുണ്ട് ടിയർ മോ പിസ്റ്റൾ റിവോൾവർ പിസ്റ്റൾ 49 mm ഗ്രനേഡൊക്കെ എന്താ ഗ്രനേഡ് ട്രിപ്പിൾ ഗ്രനേഡ് അതെല്ലാം സിനിമയിലൊക്കെ ആണല്ലോ നേരിട്ടാണല്ലോ ആദ്യമായിട്ട്. ഗ്രനേഡൊക്കെ ഇങ്ങനെയല്ലേ സിനിമയിലൊക്കെ വേറെ ഇങ്ങനെയൊക്കെ വല്ല ഉണ്ടാവില്ലേ? അല്ല പല ടൈപ്പ് ഉണ്ടാവും ഇതെല്ലാം ഗ്രനേഡാണല്ലോ റൈഫിൾ ഞാനും പണ്ട് റൈഫിൾ യൂസ് ചെയ്തു NCC ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പയ്യന്നൂർ പോയിട്ട് ശേഷം റൈഫിൾ എടുത്തിട്ട് എവിടെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതെല്ലാം പണ്ടത്തെ മോഡലായിരുന്നു ആയിരിക്കും. ഈ സാധനം കണ്ടോ ഇത് റോക്കി ബൈനെടുത്ത് ഉണ്ടാകുന്ന സാധനം വിധവിധമായ തോക്കുകൾ. ഓ മെറ്റൽ ഡിറ്റക്ടർ എക്സ്പ്ലോസീവ് ഡിറ്റക്ടറും ഡിറ്റക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഓരോന്നോരോന്ന്. വാട്ടർ ജെറ്റ് ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മ എന്താ പറയുന്നത് ജലപീരങ്കി ഇല്ലേ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പോർട്ടബിൾ എക്സ്റേയും. ഓ ഇവരുടെ സംഭവങ്ങളൊക്കെ ഹോക്കി ടോക്കിയും കാര്യങ്ങളൊക്കെ. ഇതെന്താണോ മഹാബലിയുടെ കിരീടം മാവേലി അയച്ചു പോയതായിരിക്കും ലാസ്റ്റ് വന്നപ്പോൾ. ഓ ഇതേ ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ഓക്കെ. SP എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ ഉണ്ടാവും. SPക്ക് അഡീഷണൽ സൂപ്രണ്ടിന് സ്റ്റാർ ഉണ്ടാവില്ല, മറ്റേ ഇതുണ്ടാവും. പിന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ടിന് 3 സ്റ്റാർ ഉണ്ടാവും. ഇൻസ്പെക്ടറിന് 3 സ്റ്റാറും ഒരു ഇതും ഉണ്ടാവും. സബ് ഇൻസ്പെക്ടർ 2 സ്റ്റാർ, 1 സ്റ്റാർ പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ. ഒരാളെ കിടക്കുന്നു ആൻഡ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അതിനകത്ത് എന്തൊക്കെയില്ലെന്ന് ഇന്ത്യൻ്റെ മാപ്പ് ഉണ്ടാവും. ഓരോ ആ ലൊക്കേഷൻ ആ ഒരു ഏരിയേൻ്റെ മാപ്പ് ഉണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ മാപ്പ് ഉണ്ടാവും. പിന്നെ അവിടെ ഉണ്ടാകുന്ന കേരള പോലീസ് മാനുവൽ ഉണ്ടാവും. ഇതാണ് കേരള പോലീസ് മാനുവൽ വോളിയം 1. കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ക്രിമിനൽ മൈനർ ആക്ട്സ്, ഹാൻഡ് ബുക്ക് ഓഫ് ക്രൈം വർക്ക്, ക്രിമിനൽ നടപടി സംഹിത. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങാം. റിലീസായാ എന്താ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കെന്താ ഓർമ്മ മറ്റേ റെമോലി ഇങ്ങനത്തെ ഒരു സീൻ ഓർമ്മയില്ലടാ. ശിവകാർത്തികന് അവളെ പ്രപ്പോസ് ചെയ്യുന്നേ. ഓ ഈ സെൽഫി ആ ഒരു വീഡിയോ പോലെ. ഒരാൾ ഓടിക്കേറി ഫ്രണ്ടിൽ പോയി. ആക്ച്വലി ഇവിടെ ആക്ച്വലി കുറേ കാണാൻ തോന്നുന്നു. അതിനകത്ത് വെറും പരസ്യങ്ങൾ മാത്രമായിരുന്നു ഇതിന്റെ. ഇവിടെ കുറെ ഫോട്ടോ എടുക്കാൻ സെക്ഷനിലൂടെ ചിറകൊക്കെ ചിറകൊക്കെ ഉണ്ട്. വേണ്ട ഇപ്പൊ കാണൂല ആക്ച്വലി. നല്ല വൈബായിരിക്കും അല്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല വൈബായിരിക്കും. അവിടെ മറ്റേ ഇതില്ലേ പരിപാടി ഇല്ല, ഇപ്പോഴും ഓൾറെഡി ഫുള്ളായി.
എനിക്ക് ഇങ്ങോട്ട് പോയിട്ട് വരുന്നോ അങ്ങോട്ട് പോകാം? തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഗാനമേള സ്റ്റാർട്ടിംഗ് ഡേ ഇന്ന് അതാണ് പരിപാടി. നൂറിൻ സിസ്റ്റേഴ്സിൻ്റെ ഗാനമേള. അവർ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ പാടുന്നത്. ഫസ്റ്റ് ടൈം ഇൻ കേരള. ₹50 ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കല് എന്നിട്ട് അതിങ്ങനെ പോകും. നെക്സ്റ്റ് നോക്കിയിട്ടിട് 6. ഓക്കെ എത്ര കുട്ടി? ഓക്കെ കണക്കൂട്ടാനൊക്കെ അറിയാല്ലേ? 3 എത്ര? ഓക്കെ 5 അങ്ങോട്ടേക്കല്ല. ഓക്കെ ഇട്ടോ നമുക്ക് നോക്കാം. എത്ര? ഹലോ മേഡം എത്ര? ആ ഓ അതാണല്ലേ കണക്ക് കിട്ടുന്നുണ്ടേ. അയ്യോ 5 കഴിഞ്ഞില്ല. ഇനി 5 നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ബുദ്ധിപരമായി ചിന്തിക്കും. അപ്പൊ എത്ര? 22. അവിടെ ക്ലിപ്പ് ഉണ്ടോ? നേരത്തിന് എന്താ കിട്ടിയ? കഴിഞ്ഞു വരും. സമ്മാനം കൊടുക്കും നേരത്തിന്. സമ്മാനം ഇയാളെ ഭയങ്കര ലോട്ടറി അടിച്ചല്ലോ. MRP എങ്കിലും 35 രൂപ കിട്ടിയായിരിക്കും. 50 രൂപ കൊടുത്തിട്ട് ഇത് 4KD പോയി 20 രൂപ കിട്ടായിരുന്നു. സാറല്ല കളിച്ചല്ല അതല്ലേ ഉണ്ടായിരുന്നു. എന്റെ വിഷമത്തിന് എന്നാ വേണ്ടത്? അത് നോക്കിയിട്ട് അറിയണം. അതാണ് നമുക്ക് ഇവിടെ 35, 32 നല്ലോണം വാല്യൂ കൂടുന്ന സമയത്താണ്, പോയിന്റ് കൂടുന്ന സമയത്താണ് നല്ല സാധനമില്ലേ അതാദ്യം മനസ്സിലാക്കി. 36 ആ സൈക്കിൾ ഉണ്ട് അവിടെ. അവിടെ സൈക്കിൾ ഉണ്ട്. അത് 36 6 ലിറ്ററോ 6 പ്രാവശ്യം 6 പോയിന്റ്. അപ്പൊ നമ്മള് അല്ല ഇതിലേ വന്നു. അതിലേക്ക് ആ കാണുന്ന കോട്ടയിലേക്ക് കയറി ഇങ്ങനെ ചുറ്റും കറങ്ങിയിട്ട് ഇതിലേ ഇറങ്ങി വന്നു. ഫസ്റ്റ് ഡേ